ഉൽപ്പത്തി അധ്യായം 10. ജനതകളുടെ ഉത്ഭവം. നോഹയുടെ പുത്രന്മാരായ ഷേമിനും ഹാമിനും യാഫേത്തിനും ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരുടെ പേരുവിവരങ്ങൾ. യാഫേത്തിൻ്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബാൽ, മെഷേക്, തീരാസ്. ഗോമറിൻ്റെ പുത്രന്മാർ അഷ്കെനാസ്, റീഫത്ത്, തോഗർമ. യാവാൻ്റെ പുത്രന്മാർ എലീഷ, താർഷീഷ്, കിത്തീം, ദോനാനീം. ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ. അവർ താന്താങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തുവരുന്നു. ഹാമിൻ്റെ പുത്രന്മാർ കുഷ്, മിസ്രയീം, ഫുത്ത്, ഖാനാൻ എന്നിവർ. കുഷിൻ്റെ പുത്രന്മാർ സേബ, ഹവില, സബ്ത, റാമ, സബ്തേക. റാമയുടെ മക്കളാണ് ഷേബയും ദാനും. കുഷിന് നിമ്രോദ് എന്നൊരു പുത്രൻ ജനിച്ചു. അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ. അവൻ കർത്താവിൻ്റെ മുൻപിൽ ഒരു നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ നിമ്രോദിനെപ്പോലെ ഒരു നായാട്ടുവീരൻ എന്ന ചൊല്ലുണ്ടായി. ആരംഭത്തിൽ അവൻ്റെ രാജ്യം ഷീനാർ ദേശത്തെ ബാബേലും ഏറെക്കും അക്കാദുമടങ്ങിയതായിരുന്നു. അവിടെ നിന്ന് അവൻ അശ്ശൂറിലേക്ക് കടന്ന് നിനവെ, റെഹോബോത്ത് പട്ടണം, കാല എന്നിവ പണിതു. നിനോവയ്ക്കും കാലായ്ക്കും മധ്യേ റേസൻ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു. മിസ്രയീമിൻ്റെ മക്കളാണ് ലൂദീം, അനാമീം, ലഫാബീം, നഫ്തൂഹിം, പുത്രൂസിം, കസ്ലൂഹിം, കഫ്തോറിം എന്നിവർ. കസ്ലൂഹിമിൽ നിന്നാണ് ഫിലിസ്ത്യരുടെ ഉത്ഭവം. കാനാനു കടിഞ്ഞൂൽ പുത്രനായ സീദോനും തുടർന്ന് ഹേത്തും ജനിച്ചു. ജബൂസ്യർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്യർ, സീന്യർ, അർവാദ്യർ, സെമറിയർ, ഹമാത്യർ എന്നീ വംശങ്ങളുടെ പൂർവികനായിരുന്നു കാനാൻ. പിൽക്കാലത്ത് കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്കും വ്യാപിച്ചു. കാനാൻ വംശജരുടെ നാട് സീദോനിൽ തുടങ്ങി ഗെരാറിന് നേർക്ക് ഗാസ വരെയും സോദോമിനും ഗൊമോറായ്ക്കും അദ്മായ്ക്കും സെബോയിമിനും നേർക്ക് ലാഷ വരെയും നീണ്ടുകിടന്നു. ഇതാണ് ഭാഷയും ദേശവും കുലവും അനുസരിച്ച് ഹാമിൻ്റെ സന്തതി പരമ്പര. യാഫേത്തിന് മൂത്ത സഹോദരനായ ഷേമിനും മക്കളുണ്ടായി. അവൻ ഏബറിൻ്റെ മക്കൾക്ക് പൂർവ്വപിതാവാണ്. ഷേമിൻ്റെ പുത്രന്മാർ ഏലാം, അശ്ശൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം എന്നിവരും. ആരാമിൻ്റെ പുത്രന്മാർ ഊസ്, ഹൂൽ, ഗെഥേർ, മാഷ് എന്നിവരുമായിരുന്നു. അർപ്പക്ഷാദിന് ശേലഹും ശേലാഹിന് ഏബറും ജനിച്ചു. ഏബറിന് 2 പുത്രന്മാരുണ്ടായി. ഒരുവൻ്റെ പേര് പേലേഗ്, കാരണം അവൻ്റെ കാലത്താണ് അവർ ഭൂമി വീതിച്ചത്. അവൻ്റെ സഹോദരൻ്റെ പേര് യോക്താൻ. യോക്താൻ്റെ പുത്രന്മാരായിരുന്നു അൽമോദാദ്, ശേലെഫ്, ഹസർമവെത്ത്, യാറാഹ്, ഹദോറാം, ഊസാൽ, ദിഖ്ല, ഓബാൽ, അബിമായേൽ, ഷെബ, ഓഫീർ, ഹവില, യോബാബ് എന്നിവർ. അവർ പാർത്തിരുന്ന നാട് സെഫാറിലെ മേശ മുതൽ കിഴക്കുള്ള മലമ്പ്രദേശം വരെ നീണ്ടുകിടന്നു. ഇതാണ് ദേശവും ഭാഷയും കുലവും അനുസരിച്ച് ഷേമിൻ്റെ സന്തതി പരമ്പര. ദേശവും തലമുറയും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബചരിത്രമാണിത്. ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിന് ശേഷം ജനങ്ങൾ ഭൂമിയിലാകെ വ്യാപിച്ചത്.